ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും നീ ഇങ്ങനെ ചെയ്തല്ലോ സച്ചി. മരുമകനായിട്ടല്ല, നിന്നെ ഞങ്ങൾ മകനായിട്ടല്ലേ കണ്ടത്. അമ്മേ, സ്നേഹയ്ക്ക് സംഭവിച്ചത് ഇനി ഈ വീട്ടിൽ ആവർത്തിക്കാൻ പാടില്ല. നന്ദേട്ടന് പറ്റിയതുപോലെ ഇനി ഈ കുടുംബത്തിൽ ആർക്കും ഒരു അപകടവും സംഭവിക്കാൻ പാടില്ല. മരണത്തിന്റെ വക്കീന്ന നന്ദേട്ടൻ തിരിച്ചു വന്നത്. ഇതിനൊക്കെ കാരണം ഒന്ന് തന്നെയാന്ന് എല്ലാരും പറയുന്നേ. അവര് പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. ഇത് കേൾക്കുമ്പോ അച്ഛൻ ചിലപ്പോ എന്നെ കുറ്റപ്പെടുത്തിന്ന് വരും. പക്ഷേ ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടി എനിക്കിത് പറഞ്ഞേ പറ്റൂ. നമ്മുടെ വീടിന് എന്തോ ഒരു ദോഷം ബാധിച്ചിട്ടുണ്ട്, അതുറപ്പാ. എനിക്കിതിലൊന്നും അങ്ങനെ വിശ്വാസമില്ലാത്തതാ. പക്ഷേ ഇപ്പൊ പേടിയാവുന്നു. അച്ഛാ, ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത് കാരണം കൊണ്ടായാലും അത് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം ചെയ്യണം. നമുക്കൊരു ജോത്സ്യനെ കണ്ടാലോ അച്ഛാ? അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? എനിക്ക് ഒരാളെ പുറത്തുപോയി കാണാനുണ്ട്. പേടിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. കൂട്ടിന് അവന്തികയുണ്ട്. നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ കൊണ്ടുപോയിരുന്നല്ലോ. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളോ അല്ലേ? ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അച്ഛാ, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആ, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ? മാഷോടെ പോയി. എന്തായാലും നീ ഇങ്ങനെ ചെയ്തല്ലോ സച്ചി. മരുമകനായിട്ടല്ല, നിന്നെ ഞങ്ങൾ മകനായിട്ടല്ലേ കണ്ടത്. അമ്മേ, എന്നിട്ടും ഞങ്ങളുടെ മോനെ കൊല്ലാൻ ആ ഗുണ്ടയ്ക്ക് കൊണ്ട് കൊടുക്കാന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി? അതറിഞ്ഞ നിമിഷം മുതൽ ചങ്കുപൊട്ടി തകർന്നു കിടക്കുക എന്റെ പാവം മാഷ്. നിങ്ങൾക്കാർക്കും എന്താ ഒരു മനസാക്ഷി ഇല്ലാതെ പോയത്? ഞാൻ അനൂപേട്ടന്റെ ഭാര്യയാ. എന്റെ ഭർത്താവിന്റെ ശരീരത്തിലെ ഒരു പോറലേൽക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ചു, നീ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ ആകെ തെറ്റിദ്ധരിച്ചിട്ടാ സംസാരിക്കുന്നേ. അനൂപിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു ചെയ്യുന്നുണ്ട്. എന്നിട്ടാണോ ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം അനൂപേട്ടനെ ആ ഗുണ്ടയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാന്ന് സച്ചി അവർക്ക് വാക്കു കൊടുത്തത്? ദേ, ഇത് കൊടും ചതിയാ. സ്വന്തം ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കേണ്ടത് മറ്റൊരാളുടെ ജീവൻ ബലി കൊടുത്തിട്ടല്ല. അതും ഇവളെ അച്ഛനെ പോലെ കൈ പിടിച്ച് കൂടെ നടത്തിയ അനൂപേട്ടനെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അർച്ചനയും കാര്യം മനസ്സിലാക്കാതെ ആദ്യം സച്ചിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. പക്ഷേ പിന്നീട് അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി. അനൂപിനെ ഒറ്റിക്കൊടുക്കാൻ സച്ചിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവൻ ഒരിക്കലും അത് ചെയ്യില്ല. ആ സമയത്ത് അർച്ചനയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടി അവന് തോന്നിയൊരു ബുദ്ധി, അത്രേ ഉള്ളൂ.
ഇനിയും ഞാനിത് വിശ്വസിക്കണം അല്ലേ? ചേച്ചി, വിശ്വസിക്കണം. അനൂപേട്ടനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ രക്ഷിക്കും. അല്ല, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? ഞാനും അച്ഛനും കൂടി ഒന്ന് പുറത്തു പോകാൻ തുടങ്ങായിരുന്നു. അച്ഛന് ആരെയോ കാണണം. നിങ്ങൾ വിഷമിക്കണ്ട. അനൂപിന് വേണ്ടി നമ്മളൊരു വക്കീലിനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവന്തിക ഒരു നല്ല വക്കീലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരെ തന്നെ വെക്കാം. അച്ഛനെയും മക്കളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി മോനെ. അമ്മയും മറ്റുള്ളവരുടെ നെഞ്ചി പിളർക്കുന്ന വാക്കുകളാ നീ പറഞ്ഞത്. അമ്മയും മോനത് നിസ്സാരമായിരിക്കും. പക്ഷെ ദാ, ഇവക്ക് ഞങ്ങൾക്കൊന്നും അത് സഹിക്കാൻ പറ്റത്തില്ല. അത് കേട്ട നിമിഷം മുതൽ ഞങ്ങളുടെയൊക്കെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെയാ. ആദ്യം ഞാനും സച്ചേട്ടനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോ സച്ചേട്ടൻ പറഞ്ഞത് തെറ്റാണെങ്കിലും അതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഇപ്പൊ എനിക്ക് സംശയമില്ല. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അനൂപേണ്ണെ ഞങ്ങൾ രക്ഷിക്കും. നിങ്ങളൊന്ന് വിശ്വസിക്കണം. എത്ര വലിയ വക്കീലിനെ വെക്കേണ്ടി വന്നാലും എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും അനൂപേട്ടനെ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, കാര്യം കൂടെ നടക്കണ്ടേ? അനൂപ് ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കുമല്ലേ? മീരയ്ക്ക് അതിൽ വിഷമം ഉണ്ടായാ നമുക്കതിൽ തെറ്റു പറയാൻ പറ്റുമോ? ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നേ. അപ്പോ ഡോക്ടറെ കാണാൻ പോകുന്നില്ലേ? അച്ഛാ, പോലീസ് സ്റ്റേഷനിൽ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോകുന്നുള്ളൂ. അവന്തികെ, ഇപ്പൊ തന്നെ നീ പറഞ്ഞ വക്കീലിനെ വിളിച്ച് ഏർപ്പാടാക്കണം. എത്രയും വേഗം ജാമ്യത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറയണം. ഒരു പേടിയും വേണ്ട. ഒരു പോറൽ പോലും ഏൽക്കാതെ അനൂപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും. അർച്ചന, പോ നമുക്ക്. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് പോവുക. ഉടനെ തന്നെ തിരിച്ചു വരും. ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി. അവന്തികെ, പോവാൻ മോളെ. മീര, സച്ചി അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഒന്നും പേടിക്കണ്ട. അനൂപിനെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. അല്ലേ അച്ഛാ?